ഞാനൊരു യാത്ര പോവുകയാണ് കേട്ടോ. ആരോടും ഒന്നും പറയാതെ ഒന്നും മിണ്ടാതെ ഒരു ഒളിച്ചോട്ടം. നമ്മളെ ആർക്കും വേണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലേ. അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല കേട്ടോ. രാവിലെ 5:15 മണിയായി. നമ്മുടെ വീട്ടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ബസ് കയറിയത്. സാധാരണ അവിടെ ലോക്കൽ ബസ് മാത്രമേ നിർത്താറുള്ളൂ, ഫാസ്റ്റ് ബസ്സൊന്നും നിർത്താറില്ല. എങ്കിലും ഞാനൊന്ന് കൈ കാണിച്ചു കേട്ടോ. പാവം കണ്ടക്ടർ, ഞാനായതുകൊണ്ടായിരിക്കും, വെളുപ്പാങ്കാലമല്ലേ, അതുകൊണ്ട് നിർത്തി തന്നു കേട്ടോ. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ, വേറെ എവിടെ പോകാൻ. ഞാൻ ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അവിടെ ആകുമ്പോഴത്തേക്ക് പുള്ളിക്കാരനോട് എന്ത് പറഞ്ഞാലും എന്ത് കുറ്റപ്പെടുത്തിയാലും ഒരു പരിഭവമോ പിണക്കമോ കാണിക്കാറില്ല കേട്ടോ. അഥവാ പിണങ്ങിയിരുന്നാൽ തന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കും കേട്ടോ. അത്രയും ഒരു ശാന്തതയും മനസ്സമാധാനം. നമുക്കല്ലാതെ കുറ്റപ്പെടുത്താനും പരിഭവം പറയാനും ആരാണുള്ളതല്ലേ. എൻ്റെ കൂടെ വേറൊരു ആൻറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയിട്ട് ആ ആൻറ്റിയുടെ വീട്ടിനടുത്ത് ബസ്സിലിറങ്ങും. അവിടെ നിന്ന് ആൻറ്റിയും ഞാനും കൂടെ ഒന്നിച്ച് കയറും കേട്ടോ ബസ്സിൽ. അങ്ങനെ നമ്മൾ അവിടെ ബസ്സിലിറങ്ങിയിട്ട് വേറൊരു ബസ്സിൽ കയറി. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണൻകോവിലിൽ, നെയ്യാറ്റിൻകര കൃഷ്ണൻകോവിലിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെയും പോയില്ല. നമ്മുടെ വീട്ടിന് ഏകദേശം അടുത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഒരു ദിവസം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരണമായിരുന്നു. എന്തായാലും പറ്റുവാണെങ്കിൽ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ബസ്സിൽ നല്ല സുഖമുണ്ട് കേട്ടോ ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ ഇറങ്ങിയതെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നല്ല വെയിലായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രാവിലെ ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെട്ടുകാട് ചർച്ചിലാണ് കേട്ടോ വന്നത്. വെട്ടുകാട് ചർച്ചിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ വന്ന് കുറേ നേരം നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ആൻറ്റി അതാ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ നേരത്തെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. വെയിലായതുകൊണ്ട് ഞാൻ ഈ കോലത്തിലായി കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം നേരമൊക്കെ വെളുത്തിങ്ങനെ വന്നു. വെളുത്ത് വരുമ്പോഴത്തേക്ക് കടലിൻ്റെ കരയല്ലേ, കടലിൻ്റെ കരയും കൂടെ ആയതുകൊണ്ട് നല്ല വെയിലാണ് കേട്ടോ. വെയിൽ നല്ല ചൂടും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ മരങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. കടലിൻ്റെ കരയിൽ പൊതുവേ നല്ല ചൂടായിരിക്കും. നമ്മുടെ തിരുവനന്തപുരത്ത് വെട്ടുകാട് ചർച്ചാണ് കേട്ടോ. അവിടെ ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് വരാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മാനസികമായിട്ട് പ്രശ്നം കൂടുമ്പോഴാണ് സാധാരണ നമ്മൾ ദൈവത്തിനെ കാണാൻ വരിക എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് വരാൻ തോന്നിയില്ല, അങ്ങനെ വന്നില്ല. അപ്പോൾ കിച്ചുവിനോട് ഞാൻ ചോദിച്ചു, കിച്ചുവിൻ്റെ കൂടെ വരണമെന്ന് ചോദിച്ചപ്പോൾ കിച്ചു പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല. അവളങ്ങ് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അവൾക്ക് രാവിലെ എണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ എണീക്കുന്നത് കൊണ്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. കാരണം അവൾക്ക് പെട്ടെന്ന് നമ്മൾ രാവിലെയൊക്കെ വിളിച്ചെണീപ്പിച്ച് കഴിഞ്ഞാൽ തലവേദന വരും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് വെയിലൊക്കെ കൊണ്ടിട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിനേക്കാൾ ഇരട്ടിയാവും. പിന്നെ അതെനിക്ക് തന്നെ പണിയാവും. എന്നാലും ഞാൻ ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിക്കാനൊന്നും പോയില്ല. അവൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്കാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കടൽ കാണണം. ഞാൻ കടലിലൊന്നും പോയില്ല കേട്ടോ. കടലിൻ്റെ കരയിലൊക്കെ നല്ല വെയിലായിരിക്കും, അതുകൊണ്ട് പോയില്ല. ഒരു വൈകുന്നേര സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അന്തരീക്ഷമായിരിക്കും. കടലയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല ചില്ലൊക്കെ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ആൻറ്റിയോട് ചോദിച്ചു പോകാമോ എന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു വേണ്ട പോകണ്ട, നമുക്ക് സമയത്തിന് അങ്ങ് വീട്ടിൽ പോവാം, അല്ലെങ്കിൽ ഈ വെയിലത്ത് കിടന്ന് ഒരു പരുവാകുമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നല്ല സുഖമായിട്ട് ഇങ്ങ് വീട്ടിൽ വന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നിട്ട് ഞാനാണെങ്കിൽ റാഗിയുടെ പുട്ടുപൊടി ഉണ്ടല്ലോ, അത് വാങ്ങി വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഇന്നലെ വാങ്ങിയ ചില്ലി ചിക്കനും ഉണ്ടായിരുന്നേ, അത് കുറച്ച് കഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ റാഗിയുടെ പുട്ടുപൊടി എടുത്ത് ഞാനാണെങ്കിൽ വെള്ളം നനച്ചൊക്കെ വച്ച് കേട്ടോ. വെച്ചിട്ട് ഒന്ന് കുതിരട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇവനുണ്ടല്ലോ കുഞ്ഞൻ പപ്പി, നമ്മുടെ കുഞ്ഞു പട്ടി, അപ്പോൾ അതിന് ഒന്ന് രാവിലെ വയ്ക്കാതെയാണ് കേട്ടോ പോയത്. ഞാനും രാവിലെ ഒന്നും കഴിച്ചില്ല, വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ അതിനൊന്നും വയ്ക്കാതെയാണ് പോയത്. അപ്പോൾ അതിന് പാല് കാച്ചിക്കൊണ്ട് വെച്ച് കൊടുത്തു കേട്ടോ. അതാണെങ്കിൽ എന്നെ നോക്കി നിൽക്കുമായിരുന്നു കുടിക്കാൻ വേണ്ടി. പാവം വിശന്ന് നിന്നെന്ന് തോന്നുന്നു കേട്ടോ. ഞാനും വിശന്ന് തന്നെയാണ് നിന്നത്. വിശന്നിട്ട് ഇങ്ങനെ വന്ന് അത്യാർത്തിയോടെ കുടിക്കുവാണ് കേട്ടോ. അങ്ങനെ വെയിൽ, ഭയങ്കര വെയിൽ, ടെറസിൻ്റെ മുകളിൽ നല്ല വെയിൽ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ചെടികളെയൊക്കെ പിന്നെ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് എല്ലാം അങ്ങനെ നല്ല വെയിലത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇന്ന് രാവിലെ ഒഴിക്കാൻ സമയം കിട്ടില്ല. ഇനി ഈ വെയിലത്ത് ഒഴിച്ചാൽ ശരിയാവില്ല. ഞാനാണെങ്കിൽ ഈ വെയിലത്ത് ചെടികൾ വീണ്ടും നിൽക്കും. ഞാൻ ഈ വെയിലത്ത് നിന്ന് പാടിക്കരിഞ്ഞ് ഞാനൊരു പരുവാവും. താഴെ റോഡാണ് കേട്ടോ. നമ്മുടെ ടെറസിൻ്റെ, നമ്മുടെ വീട്ടിൻ്റെ താഴെ കൂടെ റോഡാണ്.
അപ്പോൾ എന്തു പറയാൻ, ഇങ്ങനെ പട്ടിക്ക് ഇങ്ങനെ പാലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊരു വിശപ്പൊക്കെ തട്ടി കേട്ടോ. അപ്പോൾ വിചാരിച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ലഡു വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ, ലഡുവിനെ എടുത്ത് കഴിച്ചു. ലഡു കൊള്ളാം കേട്ടോ, നല്ല സൂപ്പർ ലഡുവാണ്. മറ്റേ നമ്മുടെ ഹാർഡായിട്ടുള്ള ലഡുവല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ലഡുവൊക്കെ കഴിച്ചിട്ട് ഇനിയാണെങ്കിൽ പുട്ടിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, നനച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ ഞാൻ അന്ന് നമ്മുടെ ചമ്പാവ് പുട്ടുപൊടി എന്ന് പറഞ്ഞ് ഞാൻ വേറൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ചമ്പാവ് പുട്ടുപൊടി എന്ന് പറഞ്ഞ് വാങ്ങിച്ചത് റാഗിയുടെ പുട്ടുപൊടിയായിരുന്നു കേട്ടോ. അങ്ങനെ റാഗിയുടെ പിന്നെ റാഗി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ എന്തു പറയും, കൂരവ്, അതിൻ്റെ പുട്ടുപൊടിയായിരുന്നു. അതും പിന്നെ പുട്ടുണ്ടാക്കി നമ്മുടെ ചില്ലി ചിക്കനുമായിട്ട്. നല്ല മണം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് പുട്ട് കേട്ടോ. അപ്പോഴാണെങ്കിൽ പിന്നെ പുട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ചില്ലി ചിക്കനുമായിട്ട് എടുത്തു വെച്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ അതങ്ങ് പോകുമായിരുന്നേ, ഭാഗ്യത്തിന് പോയില്ല, എൻ്റെ വയറൊന്ന് ഇന്ന് ശൂന്യമായേനെ. അപ്പോൾ ഇത്രയും